ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു സെറ്റാണ്. സോണിയുടെ ഒരു 10-13 വർഷം പഴക്കമുള്ള 2 40 ഇഞ്ച് LED ടി വികൾ, അല്ല LCD ടി വികൾ. LCD ടി വികൾ നമ്മൾ ഒന്നിച്ച് സർവീസ് ചെയ്യാൻ പോകണം. 2 രണ്ടിനും 2 കംപ്ലൈൻ്റ് ആണ്. 2 പേര് ഒരേ സ്വഭാവത്തിലുള്ള 2 പേരെ നമ്മൾ റെഡിയാക്കാൻ പോവാണ്. ഒരാൾ ഓണാകുന്നില്ല, ഒരാൾ ബാക്ക് ലൈറ്റ് ഇല്ല, അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പർ എവിടെയാ, കട എവിടെയാ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ലൊക്കേഷൻ പറ, അത് പറ, ഇത് പറ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇതുപോലെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫോൺ വിളിക്കല്ല. പകൽ നമ്മൾ ഓരോ ജോലിയിലും കാര്യങ്ങളിലും ഒക്കെയാണ്. മെസ്സേജ് ഇടുക, നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഞാൻ തീർച്ചയായിട്ടും കണ്ടിട്ട് ഞാൻ മെസ്സേജ് ഇടാം. ചിലപ്പോൾ ഒരു ഇച്ചിരി താമസിച്ചിരിക്കും. ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കുറങ്ങണം, സർവീസ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. ഞാൻ ഒരു പാവമല്ലേ, എന്നെ ഇങ്ങനെയിട്ട് പീഡിപ്പിക്കാതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനത് പറയുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 പേര് നിൽക്കുന്നു. ആൽഫ എന്ന് പറഞ്ഞ സോണിയുടെ ക്യാമറ ആണ്, വേൾഡിലെ നമ്പർ 1 ക്യാമറ ആണ്. സിനിമ വരെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ആണ് ആൽഫ. അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൂപ്പറാണ് ആൽഫ ക്ലോക്കാണ്. ആൽഫയിൽ എടുത്ത പിക്ചറാണിത്. സോണി ഇതിനകത്ത് മൊത്തം ഇട്ടിരിക്കുന്ന അതുകൂട്ട് പിക്ചറുകളാണ്. ഇത് വേൾഡ് ഫേമസ് ക്യാമറാസാണ്. അതിനെ വെല്ലാൻ ഒരു ക്യാമറ ഇന്ന് വേൾഡിലില്ല. കാനോണോ നിക്കോണോ ഒക്കെ തലകുത്തി നിന്നാലും നടക്കില്ല. കാരണം എന്നാന്ന് വെച്ചാൽ, ഈ കാനോണിനും നിക്കോണിനും പ്രോസസ്സർ IC മറ്റേ ഈ ചിപ്പും ലെൻസും എല്ലാം കൊടുക്കുന്നത് സോണിയാണ്. അപ്പം ഏതെക്കാലം 19ാമത്തെ ഒരു അടവ് സോണി കൈവച്ചിട്ടില്ലേ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാണെങ്കിലും സോണിയുടെ ക്ലാരിറ്റി, ആ പിക്ചർ, ആ കളർ വേറെ ലെവലാണ്. ഇപ്പോഴൊക്കെ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള TV ആണെങ്കിൽ പോലും അതിനതിൻ്റേതായ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും. അവിടെ അടുത്ത് നീ ഒറ്റ ക്യാമറയും കൂടെ വന്നാൽ മതി. ഒറ്റ ക്യാമറ അല്ലേ? വരാന്തയിലെ ഒരെണ്ണോടെ വന്നാൽ മതി. വരുമായിരിക്കും അല്ലേ? എന്തോ ഈ ചാർജ് ഇല്ലാതെ കിടന്ന് എന്തോ പറ്റിപ്പോയതല്ലേ, മെമ്മറി എന്തോ പോയതാ, ഡിസോൾവ് ആകുന്നുണ്ട്. അതഴിക്കണം. ഇതിനകത്തുള്ള അഴിക്കണം. ഇതിനകത്തുള്ള ഇതുണ്ട്, അരമാർക്കുള്ളതെല്ലാം അഴിക്കണം. ഇതഴിക്കണം. ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റണം. എല്ലാ സ്ക്രൂ അഴിച്ചാലും സോണിയുടെ TV പൊങ്ങി വരികയില്ല. കാരണം അത് കൂട്ട് ലോക്ക് സിസ്റ്റമാണ്. പൊങ്ങി വരാൻ പാടാം. ഏറ്റവും ടോപ്പിലും ലോക്ക് സിസ്റ്റമാണ്. പൊക്കിയെടുത്ത്
ലോക്കിൽ നിന്ന് ഊരി എടുത്താലേ പോരുള്ളൂ. LED നോക്കിയാൽ മതി. ഇതിൽ കത്തിയിറങ്ങി പിന്നെ കൂടുതൽ നോക്കേണ്ട കാര്യമില്ല. കത്തിയിട്ടുണ്ട്. കാണിച്ച് വ്യത്യാസമുണ്ടത്. പിന്നെ എൻ്റെ ലെൻസ് കൂടെ നിർത്തി. അപ്പോൾ മദർ ബോർഡ് വെച്ചൊന്ന് സെറ്റാക്കുകയാണ്. ഓക്കെ, ഓണാവും നോക്കാം. ഓക്കെ, റെഡിയാണ്. ഞാൻ സൈഡും കൂടെ ഒന്ന് ശരി, ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്താലോ. വീഡിയോ പിടിച്ചോ. അങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യുകയാണ്. ഇതിൻ്റെ സോക്കറ്റിലൊക്കെ അപ്പടി പഴക്കം കൊണ്ട് ക്ലാവും കാര്യങ്ങൾ പാനലേൽ ചില കേസിൽ റെഡിയാവും. നമുക്കിപ്പോൾ ഏതാണ് കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളത് എല്ലാ കാര്യങ്ങളും ഒരു അസുഖം വന്നാൽ നമ്മൾ പല ടെസ്റ്റുകൾ എടുക്കുന്ന പോലെ നമ്മൾ നോക്കണം. ആദ്യത്തെ പരിപാടി വിജയിച്ചു, ഓണായി. ഇനി അത് നേരെയല്ല, ഒന്ന് വെക്കട്ടെ. ഓണാവും നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. ഒരിക്കൽ ഇത് LCD അല്ലേ, വയറ് ചളങ്ങിപ്പോവല്ലാതെ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ബാക്ക് ചെയ്യാം.
ഇനിയും നമുക്കൊരു ടി വിയും കൂടെ ചെയ്യാനുണ്ട്. ഒരെണ്ണം ഇപ്പോൾ ആയിട്ടുള്ളൂ. അടുത്ത ടി വിയും കൂടെ റെഡിയാക്കാനുണ്ട്. രണ്ടും ഒരേ ടൈപ്പ് ടി വിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതെല്ലാം പാക്ക് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ടി വി നമുക്ക് റെഡിയാക്കി എടുക്കാം. നടക്കണം. ഈ LED പകരം പണ്ട് ഇൻവേർട്ടർ കാർഡായിരുന്നു. ഈ കാർഡ് വെച്ചായിരുന്നു എൻ്റെ പുറകിൽ LCD തെളിയിച്ചിരുന്നത്. ഈ കാർഡും ഈ LCD ട്യൂബും ഒഴിവാക്കിയാണ് LED വന്നത്. ശരിക്കും LCD TV ഒന്ന് തന്നെയാണ് ഈ LED TV എന്ന് പറയുന്നത്. LCD TV തന്നെയാണ്. ശരിക്കും തട്ടിപ്പാണ്. LED TV എന്ന് പറഞ്ഞാൽ OLED മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം LCD തന്നെയാണ്. ഈ ബാക്ക് ലൈറ്റിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടി ചെറിയ LED ബൾബ് വെച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോണി ഇപ്പോഴും ബില്ലടിക്കുമ്പോൾ BLED എന്നാണ് അടിക്കുന്നത്. ബാക്ക് ലൈറ്റ് LED TV എന്നാണ് അടിക്കാറ്. നിയമപരമായിട്ട് LED TV എന്ന് പറഞ്ഞത് വിൽക്കാനുള്ള യാതൊരുവിധ റൈറ്റും ഇല്ല. കാരണം ഇത് LCD TV ആണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അല്ലാതെ LED എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ഒന്നുമില്ല. ഒറിജിനൽ LED OLED ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിന് നല്ല വിലയാവും. 2-3 ലക്ഷം രൂപ ഉണ്ട്. ഇത് പാവം മനുഷ്യരെ പറ്റിക്കുമെന്ന് പറഞ്ഞു. LED ആന്ന് പറഞ്ഞു. ബാക്ക് ലൈറ്റ് LED. ഇതിപ്പോൾ ബാക്ക് ലൈറ്റിനാണ് ഇതിന് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ ബോർഡ് പോയി. അതിനെവിടെയോ കൊടുത്ത് ആ ബോർഡ് ഇത് കേട്ടോ, ബോർഡ് മുഴുവൻ ബേണായിപ്പോയി. ഇതുണ്ട്, കളർ ചേഞ്ച് വന്ന് ഇട്ട് ബേണായി. ഇതുണ്ട് കളർ ചേഞ്ച്. ഇപ്പോൾ ശരിക്കും അതിൻ്റെ കളർ വരേണ്ടത് ഇവിടെ ഇരുന്നുണ്ട്. ശരിക്കും അതിൻ്റെ കളർ വരേണ്ടത് ഇങ്ങനെയാണ്. നല്ല ഗുഡ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. കുറേ ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ വരും. ഇത് വർക്കിംഗ് അല്ല ഓൾറെഡി. അത് എവിടെയോ ചെയ്ത് ആ മദർ ബോർഡ് കൂടെ കളഞ്ഞു. എന്നാ ചെയ്യാൻ? മദർ ബോർഡ് നമ്മൾ റീസെറ്റ് ചെയ്ത് ഉണക്കി നോക്കുക. കത്തേണ്ടതാണ്. ഇതിപ്പോൾ പറയുന്ന കത്തിച്ചിട്ട ബോർഡാണ്. മുമ്പോട്ടെന്തി അതുകൊണ്ടാണ്. ഓക്കെ ശരി ഉരിയോ? അതുകൊണ്ടാണ് എനിക്ക് വരാത്ത. ഓക്കെ, ഇനി കുത്തി. ഇങ്ങോട്ടെന്തി
കുത്തട്ടെ 10 മിനിറ്റ് കഴിയട്ടെ. ആ മിന്നൽ നിൽക്കണം. കിടന്നോ അത്? ആ ചാർജ് ഇറങ്ങി പോകാത്തതുണ്ടോ? കിടക്കുന്നുണ്ട് ഇപ്പോഴും. റെഡ് ലൈറ്റ് വയറ് ഇത് കണ്ട, പ്ലഗ് ഊരി വെച്ചിരിക്കുക. എന്നാലും റെഡ് ലൈറ്റ്. ആ ഇപ്പം പോയി. ഇനി ഈ ടി വി ഓണാകും. കറക്റ്റായിട്ട്. സോണി തെളിയും. പാനൽ പോയിട്ടില്ല, തെളിയും. തെളിഞ്ഞില്ല, പാനലും പോയതാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റിലെ സാധനം തന്നെ കംപ്ലൈൻ്റ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ചൂടായി ബാക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ടോർച്ചിനെടുത്ത് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? കാണാം നിനക്ക്? അവിടെ പോകണം. ചുമല പച്ച കത്തിയല്ല എനിക്ക്. ഇപ്പം ചുമലയാക്കിയതാണ് സ്റ്റാൻഡ് ബൈ. ഇതറിയാനേ ഈ ലൈറ്റുകളില്ലേ, ഈ ലൈറ്റുകൾ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇന്നറായിട്ടുള്ള അറിയാത്ത. അതുകൊണ്ട് ഒരു ലൈം വന്നു. അപ്പം പാനലും കംപ്ലൈൻറ്റാണ് എന്ന് വേണമെന്ന് മനസ്സിലാക്കാൻ. ബാക്ക് ലൈറ്റ് കത്തി നിൽക്കുക. പാനൽ കംപ്ലൈൻ്റ് ഉണ്ടപ്പോൾ പോയതാണോ വല്ല പിന്നെ വഴിച്ച് സ്ട്രിപ്പിന് എന്തെങ്കിലും കുഴപ്പമാണോ നോക്കാം. ബാക്ക് ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ഉണ്ടാ നമ്മൾ പാനൽ പോകാമെന്ന് പറഞ്ഞ് ചുമ്മാ ഉപേക്ഷിക്കാൻ പാടുണ്ടോ? അടിച്ചോ. 2 സെറ്റും റെഡിയായി. പിന്നെ ഫാക്ടറി റീസെറ്റ് ചെയ്യാം. ഇംഗ്ലീഷ്, ഏഷ്യ, ഇന്ത്യ, ഹോം, സ്കിപ്പ്, നോ. ഇനി മെനു എടുക്കുക. ഫോട്ടോ റെഡി. കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട്, മനസ്സിലായില്ലേ? ഒരു ചെറിയ ഇതും കൂടെ ഉണ്ട്. ഓക്കെ, ചെറിയ ലൈമുകൾ വരുന്നുണ്ട്. ഇത്ര ആയല്ലോ. ഓക്കെ.
ചെറിയ കത്തിഞ്ഞല്ല ഒന്ന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു. അത് ഇളകാതിരിക്കാനെല്ലാം നമ്മൾ ഒട്ടിച്ച് സ്ട്രിപ്പ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഉണ്ടായിരുന്നതിൻ്റെ ബാക്ക് ലൈറ്റിൻ്റെ പ്രശ്നമായിരുന്നു. അത് ബാക്ക് ലൈറ്റിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് വന്നിട്ടാണ് മദർ ബോർഡിന് കംപ്ലൈൻറ്റ് വന്നത്. അതിട്ട് പിന്നെയും വർക്ക് ചെയ്യിച്ച് ഇതാണ്ട് ഈ ബോർഡ് കംപ്ലൈൻ്റായി. ഇത് അപ്പടി കംപ്ലൈൻ്റ് ആണ്. ഇത് മുഴുവൻ കളർ ചേഞ്ചസ് ആയി. ഇതുണ്ടോ, മുഴുവൻ കളർ ചേഞ്ചസ് ആയി, ചൂടായി ട്രാൻസിസ്റ്റർ എല്ലാം ചൂടായി. ഇതിപ്പോൾ എടുക്കത്തില്ല, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓഫായി പോവും. ഇത് വർക്കിംഗ് ആണ്. നമ്മളുടെ ഒരു എണ്ണം ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്താണ്. അപ്പം അതിട്ടാൽ ആ സെറ്റ് റെഡിയാവും. ഒരു മിനിറ്റ്. അപ്പം നമ്മൾ ഈ സെറ്റിൻ്റെ മദർ ബോർഡും ബാക്ക് ലൈറ്റിൻ്റെ ബോർഡും ഞാൻ പറഞ്ഞല്ലോ, ഈ ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ LCD ആണ്. ഇതുകൊണ്ട് ഇത് LCD ട്യൂബ് കത്താൻ വേണ്ടി ഇതുകൊണ്ട് ഇത് ബേൺ ചെയ്തു പോയി, കളർ ചേഞ്ച് വന്ന് ഇത് ബേൺ ചെയ്തു പോയി. അപ്പം വേറെ പുതിയ സാധനം നമ്മൾ പുതിയത് ഇപ്പം ഞാൻ കാണിക്കാം. ഇത് പുതിയത് ഇതുണ്ട്, നല്ല വൃത്തിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഒരു കളർ ചേഞ്ചസും വരുന്നുണ്ടോ, മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ കളർ ചേഞ്ച് നിങ്ങളിത് കണ്ടല്ലോ, ഇത് രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ, ചൂടായി അങ്ങനെ വരുന്നു. ശരിക്കും ഇതെല്ലാം LCD TV തന്നെയാണ്. ഇപ്പോൾ വരുന്ന പുതിയ TVകൾ LCD TV തന്നെയാണ്. LED TV എന്ന് പറയുന്നതിന് കാര്യം എൻ്റെ ബാക്ക് വരുന്ന ലൈറ്റ് LED ആകുന്നതിൻ്റെ പേര് മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതുണ്ട്. പിന്നെ ഇതിനൊരു തകിടുണ്ട്. ഈ തകിടിട്ട് നമ്മളിത് മുറുക്കണം. ഈ തകിടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനൊരു പ്രത്യേക സൈസ് സ്ക്രൂ ആണ്. പ്രത്യേക സൈസ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ മേളിലേക്ക് പൊങ്ങി വരികയില്ലാത്ത കൂട്ട് സ്ക്രൂവാണ് ഇത്. ഈ സ്ക്രൂ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിനൊരു പ്രത്യേക ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണ്, കട എവിടെയാണ്, പേരെന്താണെന്ന്. അപ്പം ഞാൻ പറയുകയാണ്, ഇത് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. കേരളത്തിലുള്ള കോട്ടയം ജില്ലയിൽപ്പെട്ട കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയിൽ മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് KR ബേക്കറിക്ക് അടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത് നമ്മുടെ കട സ്ഥിതി ചെയ്യുന്ന ഒരു 4 നില ബിൽഡിംഗ് ആണ്. അതിനകത്ത് സോണി എന്ന് ബോർഡുണ്ട്. സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ കടയുടെ പേര്. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്നാണ് നമ്മുടെ കടയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി, സോണി ഓതറൈസ്ഡ് ഷോറൂം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. എല്ലാ കാര്യങ്ങളും, അഡ്രസ്സും എല്ലാ കാര്യവും അതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ അയക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അതിനകത്ത് അഡ്രസ്സ് നോക്കി നമുക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ സ്ഥലം മനസ്സിലായല്ലോ. നമ്മുടെ ഫോൺ നമ്പർ 9447208809 എന്നാണ്. പിന്നെ ലാൻഡ് ഫോൺ ഉണ്ട്, അത് എപ്പോഴും കിട്ടണമെന്നില്ല. 048282022936 ആണ് ലാൻഡ് ഫോണിൻ്റെ നമ്പർ. അപ്പോൾ വിളിക്കേണ്ടവർ ആ നമ്പറിൽ വിളിക്കുക. കൂടുതൽ വാട്സാപ്പാണത്. വാട്സാപ്പ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് വിടുക. രാവിലെ വർക്കിംഗ് ടൈമിൽ വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ രാത്രി ആണെങ്കിലും നമുക്ക് ഓരോ തിരക്കുകളാണ്. കഴിവതും വിളിക്കാതിരിക്കുക, വാട്സാപ്പിൽ വിടുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക, അതിന് ഞാൻ മറുപടി തരാം. പിന്നെ ഓരോ സാധനങ്ങളുമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേച്ച് വരിക. സാധനം കൊറിയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ അഡ്രസ്സിൽ കൊറിയർ DTDCയിലാണ് സൗകര്യം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ DTDC ഉണ്ട്. ഏത് കൊറിയറാണ് നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് അയക്കുക. അയക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് ചോദിച്ചിട്ട് അയച്ചാലും കുഴപ്പമില്ല. വെറുതെ അയച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുന്നതാണോ എന്ന് നമ്മുടെ ഒരു പെർമിഷൻ മേടിച്ചിട്ട് അയക്കുക. അഡ്രസ്സ് ഇത്രേ ഉള്ളൂ. സോണി ഇലക്ട്രോണിക്സ്, NH 183 KK റോഡ്, പഴയ KK റോഡാണ്. കോട്ടയം കുമളി റോഡ്, കുമളിക്ക് പോകുന്ന റോഡാണ്. അതിലെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ബിൽഡിംഗ്, നമ്മുടെ കടയിരിക്കുന്നത്. അതുകൊണ്ട് കട കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഗൂഗിളിൽ ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്തോളൂ. നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം, നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഗൂഗിളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് വീണ്ടും തുടരാം. വെറൈറ്റി സ്ക്രൂ ഡ്രൈവർ വേണം. ഇതാ തകിട്, അതിനൊരു ഷീൽഡിങ് ആയിട്ട് ഹീറ്റൊക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തകിട് കൊടുക്കുന്നത്. ഈ തകിടിൻ്റെ സ്ക്രൂ ഞാൻ കാണിച്ചല്ലോ. ഇത് കണ്ടോ, ഈ ഒരു നീല കളറിലുള്ള ഒരു പശ പോലെ ഒരു സാധനം ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഈ സ്ക്രൂ തുരുമ്പെടുക്കുകയില്ല. നാളെ നമ്മളിത് അഴിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് അഴിഞ്ഞു പോരാൻ വേണ്ടി സോണി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അതുവരെ സോണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സെറ്റൊക്കെ അഴിച്ചെടുക്കാൻ പറ്റുകയില്ലെന്നൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഴിച്ചെടുക്കാൻ പറ്റുകയില്ലെങ്കിൽ ആ ഒരു പ്രശ്നം സോണിയുടെ ഒരു സെറ്റിനും ഉണ്ടാകാതിരിക്കാനാണ് ഈ ബ്ലൂ കളറിലുള്ള ഒരു ഗ്രീസ് പോലെ എന്തോ ഒരു സാധനമാണ്, എൻ്റെ പേരെനിക്കറിയത്തില്ല. അത് മിക്കവാറും സോണിയുടെ എല്ലാ സെറ്റയിലും ഇട്ടിരിക്കുന്ന കാണാം. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്ക്രൂ അഴിച്ചെടുക്കാൻ
ബുദ്ധിമുട്ട് വന്നില്ല. പിന്നെ ഈ നിലം തൊടാൻ മണ്ണൊക്കെ വന്ന് ബാക്ക് കവറിലൊക്കെ വന്നിട്ട് ഉണ്ടായെങ്കിൽ അതാണ് ബാക്ക് ലൈറ്റ് ബോർഡ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ബാക്ക് ലൈറ്റ് ബോർഡ്. ഈ ബോർഡ് ഇതിൻ്റെ കണക്ഷൻ സപ്ലൈ വരുന്ന ലൈന് അതും അങ്ങനെയാണ്. ഇത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ബോർഡിലോട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് പവർ സപ്ലൈ ബോർഡ്. ഈ പവർ സപ്ലൈ എന്ന് തന്നെയാണ് നമുക്ക് ഇൻവെർട്ടർ എന്ന് അതിന് പറയുന്നത്. നമുക്കറിയാമല്ലോ, പണ്ട് ഇൻവെർട്ടർ വെച്ചാണ് എമർജൻസിയൊക്കെ കത്തിച്ചിരുന്നത്. എമർജൻസി ട്യൂബൊക്കെ കത്തിച്ചില്ലായിരുന്നു പണ്ട്, ട്യൂബ് വെച്ചല്ലായിരുന്നു എമർജൻസി. അതേ സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് കണ്ടു. ഒരു ട്രാൻസ്ഫോമർ, 2 കോയിൽ എല്ലാം വെച്ചിട്ട് ഈ ബോർഡിലോട്ട് ഈ നിറച്ച് ട്യൂബാണ്, ഇങ്ങനെ നിറയെ ട്യൂബ്സ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അകത്തിങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്ന ട്യൂബിനെ കത്തിക്കാനുള്ള ബോർഡാണിത്. അത് കത്തി മൊത്തം ലൈറ്റ് കത്തും. ഇപ്പം അത് മാറിയിട്ട് നിറച്ച് LED വെക്കുന്നു. പിന്നെ റിഫ്ലക്ടർ പ്ലേറ്റൊക്കെ വെച്ച് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ പഠിച്ചു. അന്ന് ഈ പെട്ടിക്കകത്ത് ഇത്രയും ടെക്നോളജി ഉള്ളായിരുന്നു അന്ന്. അങ്ങനെ അത് ചെയ്തതിൻ്റെ ഒരു കഷ്ടപ്പാടും ചുമടാണ്, ഭയങ്കര വെയിറ്റാണ് ഇതിന്. ഇപ്പോൾ പാനലൊക്കെ ഇതുണ്ട്. പാനലിൻ്റെ കണക്ഷൻ പണ്ട് മേളിലാണ്, ഇപ്പോൾ കണക്ഷൻ താഴെയാക്കി. അങ്ങനെ സൗകര്യപ്രദമായ രീതിയിൽ പല വ്യത്യാസങ്ങളും വരുത്തി. മേളിലുള്ള താഴെയുള്ള മേളിലും ഒക്കെ വരുത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും നീളവും സ്ട്രിപ്പിൻ്റെ നീളം. അപ്പോൾ സ്ട്രിപ്പ് ചെറിയ സ്ട്രിപ്പ് മതി, ഇത്രയും വലിയ സ്ട്രിപ്പ് വേണ്ട. ബോർഡ് നമുക്ക് ഏറ്റവും മേളിൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ കുത്താനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമുക്ക് സ്ക്രൂ അല്ലേ എവിടെ, ഏത് പാത്രത്തിൽ? അതിനകത്തില്ലല്ലോ, അതിനകത്ത് കുറവാണല്ലോ. കയറ്റി ഇൻവെർട്ടർ കാർഡ് ഇട്ടു, പവർ സപ്ലൈ കയറ്റി, മദർ ബോർഡ് വെച്ചു. ഇനി ഈ TV വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ TV എന്നാലും വർക്ക് ചെയ്യണം, നോർമലായിട്ട് ഇത് വർക്ക് ചെയ്യണം. 2 TVയും റെഡി ആയിട്ടുണ്ട് എൻ്റെ ഒരു കണക്കൂട്ടലിൽ. വന്നു, സോണിയിൽ നിന്ന് വന്നു. HDMI 2 റിമോട്ടിങ് എടുക്കാം, സൗണ്ട് റിമോട്ടിങ് എടുക്കാം. ഫോട്ടോ എടുത്തു. ഫോട്ടോ പിന്നെ പണ്ട് തൊട്ട് നമ്മുടെ ആൽഫ ക്യാമറയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. കുഴപ്പമൊന്നുമില്ല, നല്ല പക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് പാക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞ് പിന്നെ അതെടുക്കാം. ആദ്യം അത് പാക്ക് ചെയ്യാം. ഈ വയർ ഇതിനകത്തൂടെ ഇട്ട്, ഹോളിനകത്തൂടെ. കറക്റ്റ് ഈ ഹോൾസൊക്കെ നോക്കി വെച്ചാൽ മതി, അപ്പോൾ കറക്റ്റ് വരും. കാരണം കറക്റ്റായിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ വലുപ്പം കൂടുതലാണ്, ഭയങ്കര കനവും. ഇപ്പോഴത്തെ പോലെയൊന്നും അല്ലത്. കറക്റ്റ് വീണാൽ കറക്റ്റാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് ഇങ്ങനെ ഒരു പീസാണ് ഇവിടെ വരുന്നത്. ഈ പീസ് ഇത് ഇങ്ങനെയാണ്, അതിൻ്റെ ലോക്ക് കയറി വന്നിട്ട് വേണം ഇത് വെക്കാൻ. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. ഇത് ആ മോഡലിന് അവരത് ചെയ്ത് വന്നപ്പം വയർ വിരിയിടാനുള്ള, അപ്പോൾ ഇത് കൂട്ടൊരു സ്ക്രൂ ആണ് വരുന്നത്. അത് പിന്നെ വാഷറുള്ള സ്ക്രൂ ആണ്. വാഷറുള്ള സ്ക്രൂ വെച്ച് ആ സാധനം അവിടെ വെട്ടിൽ വെച്ച് അത് ചെയ്യണം. ഇതുണ്ട്, അതൊരു പ്രത്യേക വാഷറുള്ള സ്ക്രൂ. ആ സ്ക്രൂ മാത്രമേ അവിടെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അത് കറക്റ്റ് ചെയ്യരുത്, മുറുക്കണം. അത് മുറുകി. ഇനി എപ്പോഴും നമ്മൾ ഈ മെറ്റലിലോട്ട് പോകുന്ന, മെറ്റൽ നമുക്ക് അടിയിൽ കാണുന്നുണ്ട്, ഈ സ്ക്രൂ അല്ല, ഇങ്ങനത്തെ പിരിയായിരിക്കും, ജാസ് പിരി. പിന്നെ പ്ലാസ്റ്റിക്കിലോട്ട് പോകുമ്പോൾ ഇത് കൂട്ട് നീളത്തിലുള്ള പിരിയായിരിക്കും. ഇതാണ് ഇത് രണ്ടും, 2 ടൈപ്പ് സ്ക്രൂവേ വരുള്ളൂ. പിന്നെ ചെറിയ പ്ലാസ്റ്റിക്കുകൾ വരുന്നതിൽ ഇത് കൂട്ടി ചെറിയ സ്ക്രൂവും വരും.
സ്ക്രൂ കൃത്യമായിട്ട് നോക്കി ഇടുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. നമ്മൾ ആദ്യം അകത്തേക്ക് നോക്കുക. ഇതിൻ്റെ അകമൊന്ന് കാണിച്ച്, ഇത് കണ്ടോ, ഇതിൻ്റെ അകം ഇങ്ങനെ പൊക്കി നേരെ പിടി, കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ മെറ്റലാ, സ്റ്റീൽ കളർ കണ്ടല്ലോ. ഇതപ്പോൾ ഇത് കൂട്ട് മെറ്റലായിട്ടുള്ള സ്ക്രൂ വേണം ഇടാൻ. ഇത് കൂട്ട് മെറ്റലായിട്ടുള്ള സ്ക്രൂ വേണം ഇടാൻ. ഇവിടെ കണ്ടോ മെറ്റലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് പ്ലാസ്റ്റിക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് പ്ലാസ്റ്റിക്കാണ് അത് ശരിക്കും. മെറ്റലിൻ്റെ പടം പോലെ നമുക്ക് തോന്നിയാലും അത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ തന്നെ വേണം അവിടെ ഇടാൻ. വീണ്ടും ഇവിടെ മെറ്റൽ ഇട്ടതിൻ്റെ സൈസ് ഇവിടെ തന്നെ അടുത്ത മെറ്റലുണ്ട്. അപ്പോൾ അവിടെ ആ മെറ്റൽ ഇടണം. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ മദർ ബോർഡിനൊരു കുഞ്ഞ് സ്ക്രൂ ഉണ്ട്. മദർ ബോർഡിൻ്റെ കുഞ്ഞ് സ്ക്രൂ, അത് പ്ലാസ്റ്റിക്കിൽ ഇടുന്ന കൂട്ട് സ്ക്രൂ ആണ്. അതുപോലത്തെ ഒരു സ്ക്രൂവും കൂടെ ഉണ്ട് ഈ കവറിന്, അതും പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് കൂട്ട് ചെറിയ സ്ക്രൂ വേണം അവിടെ ഇടാൻ. ബാക്കി ചുറ്റുവട്ടം ഉള്ളതെല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ഈ സ്ക്രൂ എല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ഇത് മുഴുവൻ ജിൻസിയാണ് അഴിച്ചത്. അപ്പോൾ ഇടാനുള്ള അവകാശവും ജിൻസിക്കാണ്. പക്ഷേ ഇവിടെ അപ്പോൾ എല്ലാ സ്ക്രൂവും മുറുക്കുവാണ്. ആ സെറ്റ് നമ്മൾ റെഡിയായതാണ്. പടം നമുക്ക് പിന്നെ നോക്കാം. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്. ഞാൻ മടുക്കുന്നതുകൊണ്ട് എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ. പുള്ളി മടുക്കുന്നുണ്ട്, വീഡിയോ പിടിക്കുന്നുണ്ടല്ലോ. പുള്ളിക്ക് ഡ്യൂട്ടി ഇല്ലായ്മയൊന്നും ഇല്ലല്ലോ, വീഡിയോ പിടിക്കുന്നുണ്ട്. ഞാൻ പടപടപടയെന്ന് നല്ല സ്പീഡിലങ്ങ് പോകും. അതനുസരിച്ച് വീഡിയോ പിടിച്ചെത്താൻ പുള്ളിക്ക് പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പരാതിയും പറയും, അയ്യോ അവിടെ കണ്ടില്ല, ഇവിടെ കണ്ടില്ല, ക്ലിയർ ആയില്ലെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് പിന്നെയും സങ്കടമാണ്. എന്നാലും മാക്സിമം ഓടി വരുന്നുണ്ട്. ഞാൻ ഈ വർക്കും കൂടെ തീർക്കണ്ടേ. വീഡിയോ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്നെ ക്ലിപ്പിടിയാലേ, ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത് ഇപ്പോൾ ടി വി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നാമത് അവിടെ വെള്ളപ്പൊക്കം, കണ്ടെയ്നർ പറയുന്നു, കടലിൽ പൊങ്ങുന്നു, ആകെ പ്രശ്നമായതുകൊണ്ട് ഈ കസ്റ്റമർ എന്നോട് പറഞ്ഞു, ശരിയാകില്ലെങ്കിൽ ഞാൻ പുതിയ ടി വി ആണെങ്കിലും മേടിക്കാം, ഒന്ന് ശരിയാകില്ല എന്നൊരു വാക്ക് പറയാനാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളവരോട് എന്നാ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു ഇന്ന് എന്നാണ് ശരിയാക്കിയിരിക്കുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് സ്പെയർ അത്യാവശ്യമായിരുന്നു. എൻ്റെ സ്പെയർ എവിടെയോ ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ അതെല്ലാം ഒന്ന് തപ്പിയെടുക്കാനേ വലിയ പാടായിപ്പോയി. അതുകൊണ്ടാണ്. ബോർഡ് എൻ്റെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ബോർഡും മറ്റ് 2 ബോർഡും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സെറ്റിൻ്റെ. ഇതിൻ്റെ എല്ലാം ഒരു അത്യാവശ്യം സ്പെയറുകളെല്ലാം എൻ്റെ കളക്ഷനിലുണ്ട്. നിങ്ങൾ കണ്ടോ എൻ്റെ ഇരിക്കുന്ന ടി വികൾ. അഥവാ ഇതൊന്നും അല്ല, അപ്പുറത്തെ മുറിയെല്ലാം നിറച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ മുറിയിലേക്ക് ഞങ്ങളൊന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 32 ഇഞ്ചെല്ലാം ഞങ്ങൾ നിലത്തൂടെയാണ് വെച്ചിരിക്കുന്നത്, 24 ഇഞ്ചെല്ലാം മണ്ടേ കൂടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പെട്ടിയിൽ ഇഷ്ടം പോലെ ബോർഡും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇത്രയും വർഷത്തെ ഇതായതുകൊണ്ട് ഞാനിതെല്ലാം കിട്ടുമ്പോൾ പൈസ ഒന്നും ഞാൻ നോക്കാറില്ല. കിട്ടുമ്പോൾ സോണിയാണോ ഞാൻ മേടിച്ച് വെക്കും. എനിക്കൊരു ആരാധനയാണ് സോണിയോട്. എൻ്റെ പേരും സോണി, എൻ്റെ കടയും സോണി, ഞാൻ 35 വർഷമായിട്ട് വിൽക്കുന്നതും സോണി. അപ്പോൾ മൊത്തത്തിലൊരു സോണിമയമാണ്. അതിൻ്റേതായൊരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് സ്പെയറൊക്കെ നമ്മൾ അതുപോലെ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം അത് നമ്മൾ ഇത്രയും വർഷം ചെയ്തേ. ഞാൻ പുതുതായിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പയ്യനല്ലല്ലോ. ഞാൻ ഇതിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാനിപ്പോഴും ഈ പ്രായമായിട്ട് ഞാൻ ഇതിൽ തന്നെ തുടരുന്നത് ഇതുകൊണ്ടാണ്. പല ഇടത്തൊന്നും പിള്ളേരെന്നെ വിളിക്കുന്നുണ്ട്, സർവീസ് പഠിപ്പിച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ സർവീസ് സെൻറ്ററിൽ കയറ്റാം. ഞാൻ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് കാണാം, കണ്ടിട്ട് നിങ്ങൾ പഠിച്ചോ. നിങ്ങളെ ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചതൊന്ന് റെഡിയാക്കിയിട്ട് ഈ പരിപാടി നിർത്തി പോകാനായി ഞാൻ ഈ പണി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് പഠിക്കണമെന്നോ അറിയണമെന്നോ ഒക്കെ ആൾക്കാർ ജെന്യൂനായിട്ടുള്ളവരുണ്ടെങ്കിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിപ്പിക്കാം. അവസാനം നമുക്കൊരു ശല്യം ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് പൊക്കി അതിൻ്റെ ഫോട്ടോയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറകെ പോവാം. ബേസ് സ്റ്റാൻഡൂടെ ഉള്ള സെറ്റാണത്. ചില സെറ്റുകൾ ഭിത്തി വെക്കാറുണ്ട്, ചില സെറ്റ് ബേസ് സ്റ്റാൻഡ് വെക്കാറുണ്ട്. ഇത് ബേസ് സ്റ്റാൻഡിലുള്ള അവൻ്റെ വലിയ സ്ക്രൂ ആണ്. സോണിയുടെ കണ്ടോ മെറ്റലൊക്കെ അടിയിൽ കൂടെ ഒരു ബേസ് സ്റ്റാൻഡുണ്ട്. ഇപ്പം 2 കുഞ്ഞ് കാല് മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു സെറ്റ് കൊണ്ടുവന്ന് എൻ്റെ കാലൊക്കെ ഒടിഞ്ഞായിരിക്കുന്നു. ഇത് കണ്ടോ സോണിയുടെ വലിപ്പം ഭയങ്കര വെയിറ്റുള്ള നല്ല മെറ്റൽ സാധനത്തിലാണ് ഇത് മുറുക്കുന്നത്.
അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് സോണി ഉണ്ടാക്കിയിരിക്കുന്നത്. ആരെന്നാ കുറ്റം പറഞ്ഞാലും സോണി നമ്പർ 1 ആണെന്നേ ഞാൻ പറയുള്ളൂ. സാംസങ്, LG, ബാക്കി ഒത്തിരി പാനാസോണിക്ക് ഒത്തിരി ബ്രാൻഡുണ്ട് കേട്ടോ, ആരെയും ഞാൻ കുറച്ച് കാണുന്നില്ല. എന്നാലും സോണി എല്ലാ സാധനങ്ങളിലും ഒരു സ്ക്രൂ നിർമ്മിക്കുന്നത് പോലും സോണി ആ മികവ് കാണിക്കുന്നുണ്ട്. പിന്നെ സോണി സർവീസൊക്കെ പിന്നെ ചില സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അതില്ല. നമ്മളെ പോലെയുള്ള ആൾക്കാരെ വിളിച്ചാൽ അത് ചെയ്ത് കിട്ടുന്നുണ്ട്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ആ സെറ്റ് നമുക്ക് ഓണാക്കി നോക്കാം. സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടു. ഇതും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് നിർത്താൻ. റീസെറ്റ് ആയല്ലോ. ചെറുമോൾ സ്റ്റാൻഡേർഡ്, വിവിഡ്, സൗണ്ട്, ഫോട്ടോ. എല്ലാം ഓക്കെയാണ്. ഓപ്ഷൻസ്, റൊട്ടേറ്റ്, അങ്ങനെ പല കളികളുണ്ട് കേട്ടോ. റൊട്ടേറ്റ് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണാം. നെക്സ്റ്റ് അടിക്കാം, റിട്ടേൺ അടിക്കാം. നല്ല ക്ലാരിറ്റിയുള്ള ഫുൾ HD പിക്ചറാണ്. ഇനി നമുക്ക് ആ സെറ്റിലേക്ക് പോകാം. ഇത് ഓക്കെയാണ്, അതവിടെ ഓണായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഈ സെറ്റ്. അതേ കുറച്ച് ചുക്കിരിയുണ്ട്, അതൊന്ന് തന്നെ. എനിക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ഏത് ബോർഡ് ഇട്ടാലും ആ ബോർഡിന് ഞാൻ ന്യായമായ ഒരു ഉത്തരവാദിത്വം കൊടുക്കും. അല്ല ഫിറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അന്നേരം പരിപാടി നിർത്തുന്നതല്ല. ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 26/5/25. ഞാൻ എൻ്റെ സിഗ്നേച്ചർ അടിച്ചു വിടാറുണ്ട്. 26/5/25. കാരണം നാളെ എനിക്ക് തന്നെ ആണേലും ഇതെന്നാ ഞാൻ നന്നാക്കി വിട്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ എന്നാണ് ബോർഡൊക്കെ മാറി വിട്ടതെന്നൊക്കെ എനിക്കറിയാൻ പറ്റും. ഞാൻ ഡേറ്റ് ഇട്ട് വിടാറുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ എന്നൊക്കെ അതുപോലെ സെറ്റ് ചെയ്യുന്നല്ലേ. ആയുള്ളൂ എന്ന് പറഞ്ഞ് വന്നാലും നമുക്ക് അയാളെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കസ്റ്റമറല്ലേ. നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളുടെ കിങ് അല്ലേ. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ കസ്റ്റമർക്ക് നമ്മളെ കൊണ്ടല്ല ആവശ്യം, നമുക്ക് കസ്റ്റമറെ കൊണ്ടാണ് ആവശ്യം. അതുകൊണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എല്ലാവരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെപ്പോൾ വിളിച്ചാലും സംസാരിക്കാറുണ്ട് ഞാൻ. പിന്നെ ചിലപ്പോൾ ഫോൺ എടുക്കാത്ത അറിയാമല്ലോ, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ വരും. അല്ലാതെ ഉറക്കം തന്നെ ശരിയാകുന്നില്ല. ചിലപ്പോൾ 2 മണി 3 മണി സമയത്തൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഈ വർക്കും കഴിഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പരിവാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നും തോന്നരുത്. അപ്പോൾ അതിൻ്റെ കവർ നമ്മളിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ വെറൈറ്റി സ്ക്രൂകളാണ്. ഇതിൻ്റെ കവറും കാര്യങ്ങളും ഒക്കെ ഓക്കെ. ഇങ്ങനെ പരന്ന സ്ക്രൂ. ഈ സ്ക്രൂവിൻ്റെ പ്രത്യേകത ഉണ്ടാവും, ഒട്ടും പൊങ്ങാതെ പരന്ന സ്ക്രൂ. ആ സ്ക്രൂവിലാണ് ഇത് വെക്കുന്നത്. ഒരെണ്ണം ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 3-ാമത്തെ ഇവിടെ. ഇത് നമുക്കിവിടെ ഒട്ടിച്ചു വെക്കാം, ഇത് പൊങ്ങാതിരിക്കാം. അതിൻ്റെ പശ പോയല്ലേ, അത് കളഞ്ഞില്ല. ഇനി 2 സ്ക്രൂ ഉണ്ട് കറക്റ്റ്. സ്ക്രൂ നമ്മൾ അഴിക്കുന്ന എല്ലാം കൃത്യമായിട്ട് ഇടണം കേട്ടോ. സ്ഥലം മാറി ഇടാനേ പാടില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, സ്ക്രൂ മാറ്റിയിട്ടാൽ എൻ്റെ ഇടതുവശത്തെ സ്ക്രൂ വലതുവശത്തെ സ്ക്രൂ ഇടതുവശം ഇട്ടാൽ ആശാൻ എന്നെ ഇറക്കി വിടുമായിരുന്നു. അതിൻ്റെ ഗുണം എനിക്ക് ഇന്നും ഉണ്ട്. ഞാൻ സ്ക്രൂ എല്ലാം കൃത്യമായിട്ട് നോക്കി അഴിക്കാറുള്ളൂ.
അഴിക്കുന്ന സ്ക്രൂ അവിടെ തന്നെ ഇടാൻ ഞാൻ വളരെ നിർബന്ധിതനാണ്. ഇത് പശ പോകുന്ന സാധനം, നമുക്കത് വേണ്ട. നമുക്കൊരിക്കലും പശ പോകാതെ നമ്മുടെ സ്വന്തം സെലോ ടേപ്പുണ്ട്, അവനെ വെല്ലാൻ ആരുമില്ല മക്കളെ. അവനവിടെ ഇരിപ്പുണ്ടെന്ന് പോലും അറിയാമല്ലോ. ഈ കറുത്ത പിശാചിനെ കാണേണ്ട കാര്യമില്ല. അതെ, അപ്പോൾ അതും നമ്മൾ അടിച്ചു. അതും ഇനി അനങ്ങത്തില്ല, ഒന്നും അനങ്ങത്തില്ല. അതെല്ലാം ബാക്കിയെല്ലാം ലോക്ക് സിസ്റ്റമാണ്. തമ്പുരാനെ വിളിച്ച് നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ദൈവം അനുഗ്രഹിച്ചാൽ ഇത് ഓണായി കറക്റ്റായിട്ട് വരണം. നമുക്കൊന്ന് നോക്കാം. വന്നു. സോണി ഓക്കെ. റിമോട്ട് എടുത്താൽ നമുക്ക് അവനെ ഒരു ഇവിടെ കിടപ്പുണ്ട്, ഞാൻ എടുത്തോളാം. ഓക്കെ. പിന്നെ ഹോമിൽ പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോ വന്നു. ഇത് പിന്നെ ഒരു റെഡ് ലൈൻ ഉണ്ട്, അതാ ഒരു ലൈൻ വരാത്ത. കുറേ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങ് പൊക്കോളൂ. ഒത്തിരി നാളായിട്ട് വർക്ക് ചെയ്യാതിരുന്ന ടി വി ആണേ, അതുകൊണ്ട് വരുന്ന ഈ ചെറിയ ഷെയ്ഡൊക്കെ ഇവിടെ വരുന്നു. അതൊക്കെ ഇച്ചിരി അങ്ങ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. എന്നാലും ഇത്രയും ശരിയായി കിട്ടിയല്ലോ, ഉപേക്ഷിച്ച് പോകുമെന്ന് വിചാരിച്ച സാധനമാണ്. ഒരു റെഡ് ലൈൻ അതങ്ങ് അതെ, പാനൽ പോയതാണെന്ന് ഓർത്ത് നമ്മൾ അവസാനത്തെ ട്രൈ ചെയ്ത് റെഡിയാക്കി. പാനൽ പോയതെന്ന് ആരോ പറഞ്ഞാണ്, നമ്മളത് ട്രൈ ചെയ്തു, ശരിയായി കിട്ടി. അപ്പോൾ രണ്ടുപേരും ഒരേ പടം. ഒരേ പടം അല്ലല്ലോ, ഒരേ പടം കണ്ടല്ലോ. ഒന്ന് ഓടിച്ച് കാണിച്ചിട്ട് രണ്ടും ഒരേ പടം. രണ്ടുപേരും നിൽക്കുന്നു. ആൽഫ എന്ന് പറഞ്ഞ സോണിയുടെ ക്യാമറ ആണ്, വേൾഡിലെ നമ്പർ 1 ക്യാമറ ആണ്. സിനിമ വരെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ആണ് ആൽഫ. അറിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൂപ്പറാണ് ആൽഫ ക്ലോക്കാണ്. ആൽഫയിലെടുത്ത പിക്ചറാണിത്. സോണി ഇതിനകത്ത് മൊത്തം ഇട്ടിരിക്കുന്ന അതുകൂട്ട് പിക്ചറുകളാണ്. ഇത് വേൾഡ് ഫേമസ് ക്യാമറാസാണ്. അതിനെ വെല്ലാൻ ഒരു ക്യാമറ ഇന്ന് വേൾഡിലില്ല. കാനോണോ നിക്കോണോ ഒക്കെ തലകുത്തി നിന്നാലും നടക്കില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഈ കാനോണിനും നിക്കോണിനും പ്രോസസ്സർ IC മറ്റേ ഈ ചിപ്പും ലെൻസും എല്ലാം കൊടുക്കുന്നത് സോണിയാണ്. അപ്പം ഏതെക്കാലം 19ാമത്തെ ഒരു അടവ് സോണി കൈ വെച്ചിട്ടില്ലേ ഇവർക്ക് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാണ് സോണിയുടെ ക്ലാരിറ്റി, ആ പിക്ചർ, ആ കളർ വേറെ ലെവലാണ്. ഇപ്പോഴൊക്കെ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള TV ആണെങ്കിൽ പോലും അതിനതിൻ്റേതായ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും നന്നാക്കിയെടുക്കാൻ. പിന്നെ അറിയത്തില്ലാത്തവരൊക്കെ ചെയ്ത് കളയുന്നതിന് ഞാൻ കുറ്റം ഇനി ആരെയും പറയുന്നില്ല. എൻ്റെ പൊന്നേ, ഞാൻ നവംബർ 2012 സെറ്റായത്. ഈ ഇരിക്കുന്ന സെറ്റ് നവംബർ 2012. 12 അപ്പോൾ എത്രയായി? 12 10 22 23 24 25 13 വർഷം പഴക്കമുള്ള സെറ്റാണിത്. ഇപ്പോഴും അവൻ സ്റ്റിൽ വർക്കിംഗ്. അതാണ് സോണിയുടെ ഒരു പ്രത്യേകത. അപ്പം ചിലർ പറയും മ്യൂസിക് ഇടരുത് എന്നൊക്കെ പറയും. മ്യൂസിക് ഇടുന്നതെന്നു വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ് ഞാൻ മ്യൂസിക് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കാൻ, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ മ്യൂസിക് ഇടുന്നത്. അപ്പം ഈ മ്യൂസിക് ചില ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. ചിലർ പറയും നല്ല മ്യൂസിക്കാണ്, ഇരുന്നു അടിപൊളിയായിരുന്നു പറയും. ചിലർ പറയും മ്യൂസിക് ഇട്ട് ആകെ നമ്മളെ ബുദ്ധിമുട്ടിച്ചെന്ന്. മ്യൂസിക് നമുക്ക് ഇച്ചിരി ഓളിയം കുറച്ച് ആണ് ഞാൻ എപ്പോഴും ഇടാറ്. ഒരു 50 താഴെയൊക്കെ ഇടാറുള്ളൂ. ഇടണം എന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മ്യൂസിക് ഒരു മ്യൂസിക് കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട്, അതിൻ്റെ താളത്തിന് കാണാമെന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇടുന്നത്. അപ്പം ചില ആൾക്കാർ ഇല്ലെന്ന് പറയും. അപ്പം ഒറ്റ വഴിയേ ഉള്ളൂ, മ്യൂസിക് ഇടാം. മ്യൂസിക്കോടുകൂടി കാണേണ്ടവർക്ക് മ്യൂസിക് ഇട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഓളിയം കുറച്ചാൽ മതി, കേൾക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ സംസാരം വരുമ്പോൾ എപ്പോഴും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഈ സെറ്റും കൂടെ അടച്ചാൽ ഇന്നത്തെ പരിപാടി നിർത്താം. മടുത്തു. ഭയങ്കര മഴയാണ് പുറത്തൊക്കെ. ഒരു വിഷയം ഉണ്ടാകാതിരിക്കട്ടെ. എന്നും പണ്ടൊക്കെ നമുക്ക് മഴയെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇന്ന് മഴയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ വേണ്ടി ഈ സെറ്റും കൂടെ മുറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഓക്കെ, മുറുക്കട്ടെ. ഇത് വേസ്റ്റ് പാത്രം തിരിച്ചു വെക്കണം, എന്നാലേ പറ്റുള്ളൂ.
വേണ്ട, കുഴപ്പമില്ല. ഇത് ഞാൻ ഇങ്ങോട്ട് വാ, സ്റ്റാൻഡ് ഇങ്ങോട്ട് വാ, ഞാൻ ആ തുളയിനകത്തൂടെ ഇടാം. എല്ലാ ഒന്ന് രണ്ട് ഒരു സ്ക്രൂ ഇടാം, 2 സ്ക്രൂ ഇടാം. നമ്മളെപ്പോഴും അടയ്ക്കുന്നതിന് മുമ്പ് അകത്തെ എല്ലാ സ്ക്രൂ ഇട്ടോണ്ടെന്ന് നോക്കണം, അല്ല പിന്നെ വീണ്ടും നമ്മൾ അഴിക്കേണ്ടി വരികയല്ലേ. 2 സ്ക്രൂവിൻ്റെ കുറവുണ്ട്. പല സെറ്റുകളും വരുമ്പോൾ സ്ക്രൂ ഇല്ലാതെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, മതി. മദർ ബോർഡിന് എല്ലാ സ്ക്രൂ ഇട്ടു. എൻ്റെ ഒരു സ്ക്രൂ കൂടെ ഉണ്ട്. ഇതുണ്ട്, ഇത് 2019 22/6/2019 ഞാൻ തന്നെ പണ്ട് നന്നാക്കിയിട്ടുണ്ട്. അപ്പം 6 വർഷം മുമ്പ് ഞാൻ സർവീസ് ചെയ്തിട്ടുള്ള ടി വിയാണ്. അന്ന് എന്നായിരുന്നു കംപ്ലൈൻ്റ് എന്ന് ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. 6 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഒരു സെറ്റാണിത്. ഇപ്പോഴാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ വീടുകളിൽ പോയൊന്നും നമ്മൾ സർവീസ് ചെയ്യാറില്ല, കൊണ്ടുവന്നാലേ ചെയ്യുള്ളൂ. അപ്പം ചിലപ്പോൾ ഈ എളുപ്പത്തിനൊക്കെ നോക്കി ചെറിയ പ്രശ്നമുണ്ട്, അടുത്തൊക്കെ ചെറിയ ആൾക്കാരൊക്കെ കാണുമേ, അവരെ വിളിച്ച് കാണിക്കുമ്പോൾ ചില ആൾക്കാർ പറയും കേട്ടോ, റീസെൻ്റായിട്ട് പറയും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കേസല്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അവരിങ്ങോട്ട് തന്നെ ഡയറക്റ്റ് ചെയ്ത് വിടാറുണ്ട്. കുഴപ്പമില്ല. ചില ആൾക്കാർ, പുതിയ ആൾക്കാർ അറിവില്ലാഞ്ഞിട്ടാണോ എന്താണോ തന്നെ അഴിച്ച് പണിയാൻ ശ്രമിക്കും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പറയുമ്പം ശരിയാ, അവർ ശ്രമിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലും മെക്കാനിക്ക് ആവുമോ എന്ന് ചോദിക്കും. ഒരു പ്ലാസ്റ്റിക് കഷ്ണമുണ്ട്, കിട്ടി. ഈ പ്ലാസ്റ്റിക് കഷ്ണം ഇടുന്ന പോലെ ഒരു നല്ല എക്സ്പീരിയൻസ് വേണം. അതിൻ്റെ കണ്ടോ, ഇതിനകത്ത് കറക്റ്റ് വെട്ടി വീഴ്ച ഈ ലോക്ക് അവിടെ ഇട്ട് അത് കറക്റ്റ് അവിടെ കയറി ഈ തുള വന്നെങ്കിൽ മാത്രമേ അവിടെ ഇടാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അവിടെ ഇടുന്ന സ്ക്രൂ തന്നെ ഡിഫറെൻറ്റ് സ്ക്രൂവാണ്. ആ കൂട്ട് സ്ക്രൂ ഈ ടി വിയെ വേറെ ഒരെണ്ണം പോലും ഇല്ല. ഇതുണ്ട്, വാഷറുള്ള ഒരു സ്ക്രൂ ആണ് അതേ വരുന്നത്. ഒറ്റ സ്ക്രൂ ഇതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഉണ്ടോ, മുറുകി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഈ മെറ്റൽ സ്ക്രൂ ഞാൻ കാണിച്ചില്ല. ഇത് മെറ്റൽ സ്ക്രൂ, ഇവിടെ മെറ്റലിലാണ് വരുന്നത്. 4 ഞാൻ ഇട്ടു. ഇവിടെ ഒരു മെറ്റൽ സ്ക്രൂ ആണ്, മുകളിലും ഒരു മെറ്റൽ സ്ക്രൂ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ സ്ക്രൂസേ ഉള്ളൂ. പിന്നെ ബേസ് സ്റ്റാൻഡിൻ്റെ സ്ക്രൂ ഉള്ളൂ. പിന്നെ ബേസ് സ്റ്റാൻഡ് ഇല്ല ഇതിന് വാൾമൗണ്ടാണ്. അതുകൊണ്ട് വാൾമൗണ്ടിൻ്റെ സ്ക്രൂ ഇനി ബാക്കി സ്ക്രൂ എല്ലാം ഇട്ടു. സ്ക്രൂ ഇട്ടോ പെട്ടപ്പെട്ട സ്ക്രൂ ഇട്ടെങ്കിൽ ഇന്ന് കഞ്ഞി കുടിക്കണ്ടേ, മരത്തില്ലേ പോയി വല്ലതും കഴിച്ചേച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ പറ്റുമോ? എഡിറ്റ് ചെയ്യാൻ പോകണ്ടേ, ഈ യൂട്യൂബ് എഡിറ്റ് ചെയ്യണ്ടേ? എൻ്റെ മക്കളെ എഡിറ്റിങ് എന്തൊരു തലവേദനയാണെന്നറിയോ. എഡിറ്റ് ചെയ്ത് ഞാൻ കൂറക്കം വലിച്ച് കിടന്ന് ഉറങ്ങി പോവാ. അതിൻ്റെ പേര് ചിലപ്പോൾ എഡിറ്റിങ്ങൊക്കെ ചിലപ്പോൾ ക്ലിയർ ആകാതെ വരും. ചിലപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യും. പിന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം അടുത്തത്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിൻ്റെ ഒരു കഷണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം കോപ്പിറൈറ്റ്. നമ്മൾ എഡിറ്റ് ചെയ്ത് റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂട്യൂബ് പറയും, നടക്കാല മക്കളെ, ഇത് കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്, നിനക്ക് 5 പൈസ തരത്തില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്ത്
വീണ്ടും എവിടെയാ പാട്ട് ഇരുന്നത് കണ്ടുപിടിച്ച് ആ പാട്ട് മുഴുവൻ കളഞ്ഞ് വേറെ പാട്ടുമൊക്കെ ഇട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് വീണ്ടും ഇതാക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് അപ്പം നമ്മുടെ വർക്ക് ഏകദേശം തീർന്നു. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തിക്കുന്നു. താങ്ക് യു.